തമ്മിൽ തല്ലിയ ഗ്രൂപ്പുകാർക്ക് ഒടുവിൽ കനത്ത പ്രഹരം നൽകിക്കൊണ്ട് വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായതോടെ കോൺഗ്രസിന്റെ ക്ഷീണം മാറുന്നു. ആദ്യവട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് കലാപത്തിന് തിരികൊളുത്തിയ ഗ്രൂപ്പ് നേതാക്കളെ വരുതിക്ക് നിർത്തുന്നതാണ് മുരളീധരന്റെ രംഗപ്രവേശനം. വടകരയിൽ പി ജയരാജനെതിരെ മത്സരിക്കാൻ ആരും തയ്യാറാകാതിരുന്ന സമയത്ത് അതിനെ നെഞ്ചുവിരിച്ച് രംഗത്തിറങ്ങിയ മുരളീധരൻ സംസ്ഥാന കോൺഗ്രസിന് പുതിയ ആവേശമാവുകയാണ്. മുരളീധരൻ വന്നതോടെ വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പാട്ടും പാടി വിജയിച്ചു പോകാമെന്ന് കരുതിയിരുന്ന മണ്ഡലത്തിൽ ഇനി വെള്ളം കുടിക്കേണ്ടി വരുമെന്നാണ് CPM വൃത്തങ്ങൾ തന്നെ പറയുന്നത്. വടകര ഇതോടെ രണ്ട് മുന്നണികൾക്കും അഭിമാന പോരാട്ടമായി മാറിയിട്ടുമുണ്ട്. CPMന്റെ കോട്ടയാണ് വടകര എന്നതിൽ ഒരു തർക്കവുമില്ല. എത്ര കരുത്തൻ വന്നാലും അത് മറികടക്കാനുള്ള കരുത്തൊക്കെ CPMന് ആ മണ്ഡലത്തിൽ ഉണ്ട്. എന്നാൽ മുരളീധരൻ എന്ന സ്ഥാനാർത്ഥിയെ അത്ര ലളിതമായി കാണാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. മുരളീധരൻ വരുമ്പോൾ ഹിന്ദു വോട്ടുകളിൽ ഒരു ചെറിയ ചാഞ്ചാട്ടമുണ്ടാകും. അതുപോലെ ഒരു മടിയുമില്ലാതെ ലീഗ് വോട്ടുകളും മുരളിക്ക് തന്നെ ലഭിക്കും. ഇതിനൊക്കെ പുറമെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഈ മണ്ഡലത്തിൽ ഏകദേശം 71,000 വോട്ടുകൾ പിടിച്ചിട്ടുണ്ട്. ആ വോട്ടുകളാണ് CPMനെ കുഴയ്ക്കുന്നത്. മുരളീധരൻ പ്രതിദാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം BJPക്ക് വലിയ സ്വാധീനമുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒന്നാം സ്ഥാനത്തെത്തിയ BJP 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തും എത്തിയിരുന്നു. മുരളീധരൻ വടകരയിൽ നിന്ന് രാജിവെച്ച് ലോക്സഭയിലേക്ക് പോയാൽ ഒഴിവ് വരുന്ന വട്ടിയൂർക്കാവിൽ നിന്ന് നിയമസഭയിലേക്ക് എത്താമെന്ന മോഹവും BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ RSSന്റെ നേതൃത്വത്തിൽ വോട്ട് മറിക്കാമോ എന്ന ആശങ്കയും CPMനുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരം രാഷ്ട്രീയമാക്കി മാറ്റാനാണ് CPM തന്ത്രങ്ങൾ മെനയുന്നത്. എന്നാൽ മുരളിയുടെ വരവ് സംസ്ഥാനത്തെ കോൺഗ്രസിന് ഒരു പുത്തൻ ഉണർവ് നൽകിയിട്ടുണ്ട്. മുരളിയുടെ വരവ് സംസ്ഥാനത്താകെ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും കരുതുന്നത്. കെ കരുണാകരന്റെ വിശ്വസ്തനായിരുന്നവരുടെ പിന്തുണ മുരളിക്ക് പൂർണ്ണമായും ലഭിക്കും. കഴിഞ്ഞ കുറെ കാലമായി കരുണാകരന്റെ വിശ്വസ്തർ പാർട്ടിയിൽ അസംതൃപ്തരായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യം. എന്നാൽ മുരളീധരൻ രംഗത്ത് വരുമ്പോൾ അവർ ശക്തമായി രംഗത്ത് വരും. മാത്രമല്ല, മലബാറിൽ നല്ല പേരുള്ള നേതാവെന്ന നിലയിൽ അവിടെ എല്ലാ വിഭാഗങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയും മുരളീധരൻ വച്ചു പുലർത്തുന്നു. അതേസമയം മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിൽ മറ്റു പല പ്രശ്നങ്ങളും ഉയർത്തുന്നുണ്ട്. മുരളീധരന്റെ തൊട്ടടുത്ത മണ്ഡലത്തിലാണ് മുരളിയുടെ ആജന്മ ശത്രുവും അദ്ദേഹത്തെ പലതവണ അപമാനിക്കുകയും ചെയ്ത രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കുന്നത്. ആക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞ് പി ജയരാജനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ 2004 മുതലുള്ള കഥകൾ വീഡിയോ സഹിതം പ്രദർശിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇടതു കേന്ദ്രങ്ങൾ. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കോൺഗ്രസിൽ ഉയർന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇന്നും മാറിയിട്ടില്ല. അന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അഴിച്ചുവിട്ട ആരോപണ കൊടുങ്കാറ്റിൽ കോൺഗ്രസ് ആകെ ഉലഞ്ഞു. കെ കരുണാകരനെ പരസ്യമായി തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ അപമാനിച്ചു. മുരളീധരനെതിരെ ഏറ്റവും മോശം പരാമർശങ്ങളാണ് നടത്തിയത്. ഒടുവിൽ ഉണ്ണിത്താന്റെ ഉടുമുണ്ട് പറിച്ചെറിഞ്ഞ അക്രമ പരമ്പരകളും KPCC നിർവാഹക സമിതി യോഗത്തിനിടയിലുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കേസുകളും ഇപ്പോഴും പൂർത്തിയായിട്ടുമില്ല. ഇതിനിടയിലാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മുരളീധരനെതിരെ വളരെ തരം താണ രീതിയിലാണ് സംസാരിച്ചത്. അദ്ദേഹത്തെ വാസവദത്തോടാണ് ഉപമിച്ചതും. ഇതൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ശക്തമായി പ്രതിരോധിക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. ഇപ്പോൾ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം വടകരയിൽ ശക്തമായ രാഷ്ട്രീയ മത്സരമാക്കാനാണ് ഇടതുമുന്നണി ശ്രമിക്കുന്നത്. മുസ്ലിം സമൂഹത്തിൽ നിന്ന് ISലേക്ക് കൂടുതൽ പേർ പോകുന്നതാണ് ഈ ഭാഗത്തെ പ്രധാന പ്രശ്നം. അതിനെ ശക്തമായി എതിർക്കുന്ന പോരാളി എന്ന നിലയിലായിരിക്കും ജയരാജനെ അവതരിപ്പിക്കുക. ഹിന്ദു മുസ്ലിം തീവ്രവാദവും അതിനെതിരായ നിലപാടും തമ്മിലുള്ള മത്സരമാക്കി ഇതിനെ മാറ്റും. ഇത്തരം തീവ്രവാദങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന വ്യക്തി എന്ന നിലയിലാണ് ജയരാജനെ അക്രമ രാഷ്ട്രീയക്കാരനാക്കുന്നുവെന്ന പ്രചരണം ഇപ്പോൾ തന്നെ CPM അവിടെ തുടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും മുരളീധരന്റെ വരവോടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് പുതിയ ഊർജം വന്നിട്ടുണ്ട്. ഇതിനിടയിൽ അപ്രസക്തമായിരിക്കുന്നത് BJPയാണ്. വടകര പൊളിച്ചെടുക്കും. പി ജയരാജനും കെ മുരളീധരനും ഒപ്പം BJPയുടെ വരാനിരിക്കുന്ന കരുത്തുറ്റ സ്ഥാനാർത്ഥിയും. കേരള രാഷ്ട്രീയം
ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മണ്ഡലവും ഇപ്പോൾ വടകര തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.